Just as I am without one plea, but thou art thy blood was shed for me, and thou bids me come to thee, O Lamb of God, I come, I come. Just as I am thy love unknown has broken every barrier down. Now to me thine, yeah, thine alone, O Lamb of God, I come, I come. Now to me thine, yeah, thine alone, O Lamb of God, I come, I come. Greetings to all my viewers in the mighty and marvelous name of our Lord and Savior Jesus Christ. The Lord says, people who never before inquired about me are now seeking me out. Nations who never before searched for me are finding me. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 21. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, സകല ജനത്തെയും വീണ്ടെടുക്കുന്ന ദൈവത്തെ പറ്റിയാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത്. മനുഷ്യനെ തേടിയെത്തുന്ന ദൈവസ്നേഹം, മനുഷ്യനെ സ്വീകരിക്കുന്ന ദൈവസ്നേഹം, മനുഷ്യനെ പുതുക്കുന്ന ദൈവസ്നേഹം. ഇന്നത്തെ 4 വേദവചന പാഠങ്ങളും ഇക്കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രധാന വചനപാഠമാണ് സുവിശേഷകനായ മർക്കോസ് എഴുതിയ 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 7 വേഴ്സസ് 24-30. വായിക്കാം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോറിൻ്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചുവെങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സുറഫോനീക്ക് ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ യേശുവിനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനുത്തരമായി യേശു അവളോട് പറഞ്ഞു, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ തൻ്റെ യാത്രയിൽ സോരിൻ്റെയും സീദോൻ്റെയും അതിർ നാട്ടിൽ ചെന്നു അവിടെ ഒരു വീട്ടിൽ കയറി എന്നാണ് നാം ഇപ്പോൾ വായിച്ചത്. ഈ സോർ സീദോൻ പ്രദേശങ്ങൾ ഇന്ന് ലെബനൻ്റെയും സിറിയയുടെയും പ്രദേശങ്ങളാണ്. ഇന്നത്തെ പോലെ തന്നെ അന്നും ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇസ്രായേൽ ജനതയെ ഇഷ്ടമല്ല. യഹൂദ ജാതിയെ അവർ അത്യന്തം വെറുത്തിരുന്നു. അവർ വൈരികളായിരുന്നു. എന്നാൽ യേശുവിനെ പറ്റിയുള്ള വർത്തമാനം ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെല്ലാം കേട്ടിരുന്നു.
യേശുവിൻ്റെ ശ്രുതി അവിടെയെല്ലാം വ്യാപിച്ചിരുന്നു. യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനാണ്. അവൻ യഹൂദ ജാതിയിലാണ് മനുഷ്യനായി ജഡം ധരിച്ചിരിക്കുന്നത്. അവനൊരു യഹൂദനാണ്. അവൻ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെയും ചെയ്യുന്നു. രോഗികളെല്ലാം സൗഖ്യമാക്കുന്നു, ഭൂതഗ്രസ്തരെ വിടുവിക്കുന്നു, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതിലുമുപരി അവർ കേൾക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ദൈവരാജ്യത്തെപ്പറ്റി സംസാരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ ലളിതമാണ്, വളരെ മനോഹരമാണ്. ഉപമകളാലാണ് യേശുക്രിസ്തു പഠിപ്പിച്ചിരുന്നത്. യേശുക്രിസ്തു എവിടെ പോയാലും അവൻ്റെ ചുറ്റും ആളുകൾ കൂടും യേശുക്രിസ്തുവിൽ നിന്ന് കേൾക്കുവാൻ. അവൻ എന്താണ് ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിക്കുന്നത്, ഉപമകളാൽ പഠിപ്പിക്കുന്നത് കേൾക്കുവാൻ അവർക്കിഷ്ടമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും കേട്ടിരുന്നു. അതായത് സോർ, സീദോൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും യേശുവിനെ പറ്റിയുള്ള വർത്തമാനം കേട്ടിരുന്നു. അവൻ്റെ ശ്രുതി അവിടെയെല്ലാം വ്യാപിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ത്രീ പോലും യേശുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവൾ സൗഖ്യത്തിനു വേണ്ടി അപേക്ഷിച്ചത്. അപ്പോൾ ഈ സ്ത്രീയെപ്പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ ഇവളൊരു യഹൂദ സ്ത്രീയല്ല. ഇവൾ ഒരു കാനനൈറ്റ് സ്ത്രീയാണ്. അതായത് ദൈവത്തിൻ്റെ അടുത്ത് നിന്നും അകന്നുപോയ കനാൻ്റെ പിൻതലമുറക്കാരാണ് കാനനൈറ്റ്. ആ കാനനൈറ്റ് അതിൽ തന്നെ ഒരു മിക്സഡ് റേസാണ് ഇവൾക്കുള്ളത്. ഷി വാസ് എ സിറോ ഫിനീഷ്യൻ, ഹാഫ് ഫിനീഷ്യ ഹാഫ് സിറിയ. അങ്ങനെ ഒരു മിക്സഡ് റേസാണ് ഇവൾക്കുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഈ സ്ത്രീയെപ്പറ്റി സിറോ ഫിനീഷ്യൻ വുമൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സ്ത്രീ യേശുവിനോട് തൻ്റെ ഭൂതം ബാധിച്ച മകൾക്ക് സൗഖ്യം വേണം, അല്ലെങ്കിൽ സൗഖ്യം തരണമെന്ന് അപേക്ഷിച്ചപ്പോൾ യേശുവിൻ്റെ ഉത്തരം എന്തായിരുന്നു? യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. എന്താണ് യേശു ഇവിടെ പറഞ്ഞത്? ആ സ്ത്രീ അപ്പമാണോ ചോദിച്ചത്? വിശന്നവരെയൊക്കെയും സൗഖ്യമാക്കുന്നവനാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവാണ്. 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച കർത്താവാണ്. ഇതൊക്കെ ഇവൾ കേട്ടിരുന്നു. പക്ഷേ ഇവൾ അപ്പം ചോദിച്ചില്ലല്ലോ. ഇവൾ ചോദിച്ചത് സൗഖ്യമാണ്. അപ്പോൾ യേശു ഇവിടെ അപ്പത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കുന്നത് സൗഖ്യം ചോദിച്ചു വന്ന ആളോട്, വിജാതീയ സ്ത്രീയോട്, എങ്ങനെയാണ് ഈ വിജാതീയരായ ആൾക്കാർ, അതായത് യഹൂദരല്ലാത്ത മറ്റ് ജനസമൂഹം യേശുവിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്? യേശുവിനെ അവർ വെറുക്കുകയായിരുന്നു. ഇവൻ ദൈവപുത്രനല്ല, ഇവൻ ദൈവമല്ല എന്ന് എപ്പോൾ വായ തുറന്നാലും പറയുവാൻ തക്കവണ്ണം ആളുകൾ അവൻ്റെ ചുറ്റും കൂടിയിരുന്നവരും ഉണ്ടായിരുന്നു. ഇവൻ എന്താണ് ഈ പറയുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ഇവൻ പാപം മോചിക്കുമ്പോൾ പാപം മോചിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇവൻ ആരാണ് അധികാരം കൊടുത്തത്? ആ രീതിയിൽ യേശുവിനെ വിമർശിക്കുവാനും അവൻ്റെ മേൽ കുറ്റം ആരോപിക്കുവാനും തക്കവണ്ണം ചുറ്റും അന്നത്തെ മതപണ്ഡിതന്മാർ കൂടിയിരുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും പള്ളിഭക്തന്മാരും എല്ലാം കൂടിയിരുന്നു. അവർക്ക് യേശുവിനെ അംഗീകരിക്കുവാൻ വയ്യ. യേശു അവരുടെ കണ്ണിൻ മുമ്പിലാണ് ഈ അത്ഭുതങ്ങളൊക്കെയും ചെയ്യുന്നത്. അതവർ കാണുന്നുണ്ട്. പക്ഷേ അംഗീകരിക്കുവാൻ പ്രയാസം. ഭൂതലത്തിലുള്ള അല്ലെങ്കിൽ മനുഷ്യജാതിയുടെ മുഴുവൻ രക്ഷയ്ക്കു വേണ്ടി സൃഷ്ടാവായ ദൈവമാണ്
ഈ ഭൂമിയിൽ ജഡം ധരിച്ചു വന്നിരിക്കുന്നത്. എല്ലാവരുടെയും രക്ഷയാണ് അവൻ്റെ ഉദ്ദേശം, മനുഷ്യവർഗത്തെ രക്ഷിക്കുക. അല്ലാതെ ഒരു ജാതിയെ മാത്രം രക്ഷിക്കുകയല്ല, എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവരുടെ പാപം സ്വയം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. യഹൂദ ജാതിയിലാണ് അവൻ പിറന്നത്, അവിടെയാണ് അവൻ ജഡം ധരിച്ചത്. യഹൂദനായിട്ടാണ് അവൻ വളർന്നത്. അവനൊരു യഹൂദനായിരുന്നു. അതുകൊണ്ട് ദൈവജനമായ യഹൂദന്മാരെ വെറുത്തിരുന്നവരെല്ലാം ഈ യേശുവിനെയും വെറുത്തിരുന്നു. ഇങ്ങനെ വെറുത്ത ഒരാളിൽ നിന്നും, അല്ലെങ്കിൽ ഇങ്ങനെ വെറുക്കപ്പെട്ട ഒരു വംശത്തിൽ നിന്നും എന്തിനാണ് ഈ ചുറ്റും താമസിക്കുന്ന ജാതികൾക്ക്, അല്ലെങ്കിൽ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേലിൻ്റെ നന്മ വേണ്ടത്, അല്ലെങ്കിൽ യഹൂദൻ്റെ നന്മ വേണ്ടത്? ലോകരാജ്യങ്ങൾ മുഴുവൻ എല്ലാ കാര്യത്തിലും സമ്പന്നരായിരിക്കുന്നത് ഈ യഹൂദൻ്റെ നന്മയിൽ നിന്നാണ്, അതിൽ നിന്ന് പങ്കുപറ്റിക്കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെയാണ് അവരുടെ എല്ലാം നന്മയുടെ ഉത്ഭവം, റൂട്ട്. അപ്പോൾ യഹൂദനായിരിക്കുന്ന തന്നെ ബഹുമാനിക്കാതെ, തന്നെ അംഗീകരിക്കാതെ, തൻ്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കാതെ, തൻ്റെ വീര്യപ്രവൃത്തികൾ കണ്ടിട്ടും തന്നെ ദൈവമെന്ന് അംഗീകരിക്കാതെ തനിക്കെതിരെ കുറ്റം ആരോപിക്കുന്നവർക്ക് ഒരു പാഠമാകുവാനാണ് യേശുക്രിസ്തു അങ്ങനെ ഒരു കാര്യം അവളോട് പറഞ്ഞത്. ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ എന്ന് യേശു പറഞ്ഞു, ഞാൻ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളെ തിരക്കിയാണ് വന്നത് എന്ന്. അപ്പോൾ താൻ രക്ഷ കൊടുക്കുവാൻ പോകുന്നത് ഇസ്രായേലിന് മാത്രമാണ്. അങ്ങനെയാണോ? അങ്ങനെ ധരിക്കണമോ ജനങ്ങൾ? യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. സർവ്വലോകത്തിൻ്റെയും സർവ്വപാപവും തൻ്റെ മേൽ ഏറ്റെടുത്തുകൊള്ളുവാനാണ് അവൻ വന്നത്. അവർക്ക് വേണ്ടി മരിക്കുവാനാണ്, അവർക്ക് നിത്യജീവൻ കൊടുക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. പക്ഷെ എന്തിനാണ് യേശു ഈ അപ്പത്തിൻ്റെ കാര്യം അവളോട് പറഞ്ഞത്? അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവളോട് സംസാരിക്കുകയാണ്. ഈ സ്ത്രീക്ക് വിട്ടുകൊടുക്കാൻ പാപമില്ല. യേശു പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് അവൾ പറയുകയാണ്, കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ. നീ മക്കൾക്ക് അപ്പം കൊടുത്തോ, പക്ഷേ മേശമേൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ ഞങ്ങൾ ഭക്ഷിച്ചോട്ടെ. നീ സർവ സമ്പത്തും സർവ നന്മകളും ഇസ്രായേലിന് നീ കൊടുത്തുകൊള്ളുക, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് കൊടുത്തുകൊള്ളുക, മക്കൾക്ക് കൊടുത്തുകൊള്ളുക. പക്ഷേ ഞങ്ങൾക്കും മേശയുടെ കീഴിൽ വീഴുന്ന അപ്പനുറുക്കുകളെ പോലെ നായ്ക്കുട്ടികൾക്ക് അത് തിന്നുവാൻ അവകാശമുണ്ടല്ലോ, ഞങ്ങൾക്കത് മതി എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ കർത്താവിന് അവളുടെ ആൻസർ ഇഷ്ടപ്പെട്ടു. കർത്താവ് പറയുകയാണ്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. പ്രിയ സഹോദരങ്ങളെ, നാം ഈ സ്ത്രീയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാം ഈ ലോക ജനതയെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു ആരാണ്, അവൻ്റെ ആഗമന ഉദ്ദേശം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്തവർ അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. ഈ സ്ത്രീ അതിന് ശ്രമിച്ചവളാണ്. ഈ സ്ത്രീയെ അവിടുന്ന് പറഞ്ഞു വിടുവാൻ യേശു നോക്കി, പക്ഷേ ഒത്തില്ല. അവൾ പോയില്ല, അവൾ തങ്ങി നിന്നു. സൗഖ്യം പ്രാപിച്ചുകൊണ്ടേ പോകൂ, കർത്താവിൽ നിന്നുള്ള നന്മകൾ ഞാൻ വാങ്ങിച്ചുകൊണ്ടേ പോകൂ എന്നുള്ള ആ ഒരു ആശയോടെയാണ്, ആ ആവശ്യബോധവുമായിട്ടാണ് അവൾ നിന്നത്. അപ്പോൾ ഈ ലോക ജനതയ്ക്ക്
ഒരു ആവശ്യബോധം വേണം. എന്തിനാണ് അവർക്ക് ആവശ്യബോധം വേണ്ടത്? സാത്താൻ അവരെ മരണത്തിന് വിധിച്ചിരിക്കുകയാണ്. കാരണം അവർ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അവർക്ക് നിത്യജീവനില്ല. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് അവർ മരിച്ചു പോകുവാനായിട്ടല്ല. അവരുടെ മനുഷ്യനെന്ന് പറയുന്നത് ആത്മാവാണല്ലോ. ആത്മാവ് വസിക്കുന്ന മന്ദിരമാണല്ലോ അവരുടെ ശരീരം. അപ്പോൾ ആത്മരക്ഷയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അവർ പാപം ചെയ്തുകൊണ്ട് സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ മുഴുകി അവർ പാപികളായി മാറി ദൈവത്തിൽ നിന്ന് അകന്നുപോയി അവർ ആത്മമരണം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോക ജനതതി അവർക്കൊരാവശ്യബോധം വേണം. എനിക്ക് ജീവിക്കണം, എനിക്ക് നിത്യജീവൻ വേണം. ആ ആവശ്യബോധമാണ് അവർക്ക് വേണ്ടത്. എനിക്ക് നിത്യജീവൻ വേണം. ഈ കാനനൈറ്റ് സ്ത്രീ ആവശ്യപ്പെട്ടതുപോലെ തൻ്റെ മകൾക്ക് ഭൂതബാധയിൽ നിന്ന് സൗഖ്യം വേണം. ആ ആവശ്യം അത്യാവശ്യമായിരുന്നു അവൾക്ക്. അതുപോലെയുള്ള ഒരു അത്യാവശ്യം, അതിനേക്കാൾ അത്യാവശ്യമാണ് ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷ, അവന് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത്. നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വേഴ്സാണത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു. ഈ ലോകത്തെ, ഈ ലോക ജനതയെയാണ് ദൈവം സ്നേഹിച്ചത്. അതുകൊണ്ടാണ് താൻ മനുഷ്യനായി അവതരിച്ചത്. യഹൂദനായി അല്ലെങ്കിൽ യഹൂദ ജാതിയിൽ അവൻ പിറന്നപ്പോൾ ഇന്നത്തെ കാലഘട്ടവുമായി എത്രമാത്രം ഈ വേദഭാഗം താതാത്മ്യപ്പെട്ടിരിക്കുന്നു സഹോദരങ്ങളെ. യഹൂദനെ വെറുക്കുന്ന ആൾക്കാർക്ക് യഹൂദൻ്റെ സർവ്വ നന്മകളും എല്ലാ മേഖലയിലും അനുഭവിച്ചുകൊണ്ടാണ് അവർ യഹൂദനെ വെറുക്കുന്നത്. അവർ ഇസ്രായേലിനെ വെറുക്കുന്നത്, ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നത്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അവൻ വിശന്നവർക്ക് ഭക്ഷണം കൊടുത്തു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി. തൻ്റെ അടുക്കൽ വന്ന് യാചിച്ച എല്ലാവർക്കും അവൻ സൗഖ്യം കൊടുത്തു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തു. അവരിൽ നിന്ന് നന്മ അനുഭവിച്ചുകൊണ്ടാണ് അവർ യേശുവിനെതിരെ കുറ്റം ആരോപിക്കുന്നത്, അല്ലെങ്കിൽ കുറ്റം ആരോപിച്ചത്. ഇപ്പോഴും കുറ്റം ആരോപിക്കുന്നവരുണ്ട്. അവർ തങ്ങൾക്ക് വേണ്ടത്, തങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, തങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടവരായിട്ട് നടക്കുകയാണ് തങ്ങൾ എന്ന ബോധം അവർക്കില്ല. ജീവൻ നഷ്ടപ്പെട്ടവരായി, അല്ലെങ്കിൽ ആത്മാവിൽ മരിച്ചവരായി, ആത്മമരണം പ്രാപിച്ചവരായി ഈ ലോക ജനതതി ഈ ഭൂമിയിലായിരിക്കുകയാണ്, യേശുക്രിസ്തുവിനെ അറിയാത്തവർ. അങ്ങനെ ആയിരിക്കുമ്പോൾ അവർക്ക് ബോധം വേണം, എനിക്ക് നിത്യജീവൻ വേണം, എനിക്ക് ആവശ്യബോധം വേണം. ആ ക്നാനായക്കാരി സ്ത്രീയെപ്പോലെ തന്നെ അത്യാവശ്യം ആണ് തങ്ങളുടെ നിത്യജീവൻ, ആത്മരക്ഷ എന്നവർ മനസ്സിലാക്കണമായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനോട് ഈ സ്ത്രീ സൗഖ്യത്തിന് യാചിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ എന്ന്. അത് ഏറ്റെടുക്കുവാൻ കൂട്ടാക്കാത്ത ആ സ്ത്രീ പറഞ്ഞു, എനിക്കും വേണം, എനിക്കും വേണം. മക്കൾക്ക് നീ തൃപ്തി കൊടുത്തോ, പക്ഷേ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകളെ പോലെ ആ സൗഖ്യം എനിക്കും വേണം. കർത്താവിന് അവളുടെ ആ വിശ്വാസം, അവളുടെ ആ റിപ്ലൈ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. പ്രിയ സഹോദരങ്ങളെ, നാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴണം. എന്തിനാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്? ആ ഉദ്ദേശം നാം മനസ്സിലാക്കണം. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? അവൻ്റെ രക്ഷണ പ്രവൃത്തിയെ നാം ഏറ്റെടുക്കണം. നാം അത് ഏറ്റുപറയണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാം വായ കൊണ്ട് ഏറ്റുപറയണം. അവൻ പഠിപ്പിച്ചത് നാം അനുവർത്തിക്കണം. ഈ സിറോഫിനീഷ്യൻ സ്ത്രീ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. ഫോളിങ് അറ്റ് ജീസസ് ഫീറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് പ്ലേസിങ് ഹെർസെൽഫ് അറ്റ് ഹിസ് മേഴ്സി. നാം കർത്താവിൻ്റെ കരുണകളാണ് കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടത്. നാം കർത്താവിൻ്റെ മുമ്പിൽ താഴണം. ദൈവത്തിൻ്റെ മുമ്പിൽ നാം താഴണം. അവൻ്റെ കൃപയ്ക്ക് വേണ്ടി നാം ആഗ്രഹിക്കണം. കർത്താവ് മഹാകൃപയാണ്. ആ മഹാകൃപയിലൂടെയാണ് നമുക്ക് രക്ഷ നൽകിയത്. അവൻ കൃപയാണ് നമുക്ക് നൽകുന്നത്. അതിനാണ് അവൻ വന്നത്. അപ്പോൾ ആ കൃപയ്ക്ക് വേണ്ടി ഈ സ്ത്രീ തൻ്റെ പാദത്തിൽ വീണതുപോലെ കർത്താവിൽ നിന്നുമുള്ള ആ കൃപ നാമും പ്രാപിക്കണം. അപ്പോഴാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. അതുപോലെ സഹോദരങ്ങളെ, വിമർശിക്കുവാൻ നിൽക്കാതെ, എന്താണ് കുറ്റം എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ നിൽക്കാതെ, കുറ്റമില്ലാത്തടത്ത് കുറ്റം കണ്ടുപിടിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക? എത്രമാത്രം മനുഷ്യൻ്റെ ഹൃദയം കഠിനപ്പെട്ടു, അല്ലെങ്കിൽ എത്രമാത്രം അവൻ പൈശാചികനാണ് എന്നുള്ളതാണ് ഈ കുറ്റം കണ്ടുപിടിക്കുന്നവരിൽ നാം കാണുന്നത്. പക്ഷേ ഈ സ്ത്രീ അതല്ല ചെയ്തത്. ഷീ ഹാഡ് ദി ഒഡാസിറ്റി ആൻഡ് കറേജ് ടു സീക്ക് ഔട്ട് ആൻഡ് അഡ്രസ് ജീസസ്. മറ്റുള്ള പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് യേശുവിൻ്റെ മുമ്പിൽ വന്ന് യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം അവൾ ധൈര്യം പ്രാപിച്ചു. അവൾ അങ്ങനെ ഒരു സാഹസമെടുത്തു. കാരണം അവളുടെ ആവശ്യബോധം, അവൾക്ക് അത്യാവശ്യമായത് തൻ്റെ മകളുടെ സൗഖ്യമാണ്. ഭൂതം ബാധിച്ച ആ മകളിൽ നിന്ന് എത്രമാത്രം ഉപദ്രവം അല്ലെങ്കിൽ പ്രയാസം ആ കുടുംബം സഹിക്കുന്നുണ്ട് എന്ന് അത് സഹിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അതുപോലെ പാപത്തിൽ അകപ്പെട്ട് പാപത്തിൽ ജീവിക്കുന്ന, ആത്മരക്ഷ നഷ്ടപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ മരിച്ച മനുഷ്യൻ എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവമായി, നാശമായി, ഭീകരവാദ പ്രവർത്തനങ്ങളും മറ്റുമായി ലോകത്തിൻ്റെ സമാധാനവും ശാന്തിയും ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിരത പോലും കെടുത്തുവാൻ തക്കവണ്ണം ദൈവമില്ലാത്ത ജാതികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് നാം മനസ്സിലാക്കണം. പാപത്തിൽ നിബന്ധിക്കുന്ന മനുഷ്യൻ ചെയ്യുന്നത് മുഴുവൻ പാപമായിരിക്കും. ഒരു മനുഷ്യൻ നന്മ പ്രവർത്തിക്കണമെങ്കിൽ അവനിൽ പാപം കണ്ടുകൂടാ. ഏറ്റവും പാപിയായ അല്ലെങ്കിൽ പാപത്തിൽ രമിക്കുന്ന മനുഷ്യൻ, അവൻ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ പാപമായിരിക്കും. സ്വയം പാപം ചെയ്ത് നശിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ സ്വസ്ഥതയും കെടുത്തി അവരെയും പാപികളാക്കുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെയുള്ള ആൾക്കാർ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് ഈ സ്ത്രീ ഏത് സാഹസമാണ് കാണിച്ചത്? സകല പ്രതിബന്ധങ്ങളെയും മറികടന്ന് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവൻ്റെ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കർത്താവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം അവൾ എളിമപ്പെട്ടു. അവൾ കൃപയ്ക്കായി യാചിച്ചു. കർത്താവ് നൽകുന്നത് കൃപയാണ് സഹോദരങ്ങളെ. ആ കൃപയിൽ കൂടെയാണ് നാം രക്ഷപ്പെടുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്ത്രീയുടെ വിശ്വാസം വലുതായിരുന്നു. അത് കമൻ്റ് ചെയ്യുവാൻ തക്കവണ്ണം യേശുക്രിസ്തു കമൻ്റ് ചെയ്തു അവളുടെ വിശ്വാസം. എന്താണ് പറഞ്ഞത്? ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഏത് വാക്ക് നിമിത്തം?
ചെറുനായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിച്ച് വിശപ്പടക്കുന്നുണ്ടല്ലോ എന്നുള്ള വാക്ക്. വിശ്വാസത്തിൻ്റെ വാക്കായിരുന്നു അത്. ആ വാക്ക് അവളിൽ നിന്ന് കേൾക്കുവാനാണ് യേശു അവളോട് പറഞ്ഞത്, ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ലല്ലോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇവളുടെ ഈ വിശ്വാസം, ആ ഫെയ്ത്ത് ജനുവിനായിരുന്നു. അന്തരംഗത്തിൽ നിന്നും, അവളുടെ അന്തരാളത്തിൽ നിന്നും പുറത്തേക്ക് വന്നതാണ്. അല്ലാതെ ഇവളെ ഇങ്ങനെ യേശു പറയും, ഇങ്ങനൊരു ചോദ്യം അവിടെ ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പരിശീലിച്ച് വന്നതല്ല. എക്സാമിന് മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ സോൾവ് ചെയ്യുമല്ലോ. അതുപോലെ ഇങ്ങനൊരു ചോദ്യം ചിലപ്പം പ്രതീക്ഷിക്കാം എന്നൊന്നും ഓർത്ത് ചോദ്യമൊന്നും പഠിച്ചുകൊണ്ട് വന്നതല്ല, അതിന് ഉത്തരം തക്കതുപോലെ പറയുവാൻ. അവൾക്ക് ഒരേ ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശുവിനെ പറ്റി കേട്ടിരുന്ന അവൾ, കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന അവൾ, ഒരേ ഒരു ആവശ്യം, അത്യാവശ്യക്കാരിയായിട്ടാണ് അവൾ വന്നത്. തൻ്റെ മകൾക്ക് സൗഖ്യം വേണം. പല വൈദ്യന്മാരുടെ അടുക്കലും അവൾ പോയി കാണണം ഇത്രയും നാളുകൊണ്ട്, പക്ഷെ അവിടെ എങ്ങും കിട്ടാത്ത സൗഖ്യം യേശുവിൽ കിട്ടുമെന്നുള്ള ആ വിശ്വാസം, ആ ജെനുവിൻ ഫെയ്ത്ത്. ജെനുവിൻ ഫെയ്ത്ത് throws manners and consideration out. It throws out all manners. അവൾ ഒരു മാനറും നോക്കിയില്ല. യേശുക്രിസ്തു അങ്ങനെ എന്നോട്, ഞാൻ ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചില്ലല്ലോ, എന്നോടാണോ ഇങ്ങനെ പറഞ്ഞത്? ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ, ആ ഒരു പുരുഷൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് പോകാമായിരുന്നു. മാനക്കേട്, നാണക്കേട് ഉണ്ടായിട്ട് പോകാമായിരുന്നു. അവൾ ആ മാനേഴ്സ് ഒന്നും നോക്കിയില്ല. അവൾ അവിടെ നിന്നു യേശുവിൻ്റെ കാൽക്കൽ വീണു പറയുകയാണ്. അവൾക്ക് ഒരു മാനേഴ്സുമില്ല ഇപ്പോൾ, കാരണം ആവശ്യം വലുതാണ്, തൻ്റെ മകളുടെ സൗഖ്യം. Genuine faith throws out all manners and considerations. അവൾക്ക് വേണ്ടത് സൗഖ്യമായിരുന്നു. അവളത് പ്രാപിച്ചു സഹോദരങ്ങളെ. അതുപോലെ ജെനുവിൻ ഫെയ്ത്ത് provides courage and hopes to a person when they approach and make requests of God. കർത്താവിൻ്റെ അടുത്ത് വരുവാൻ, അല്ലെങ്കിൽ അവനോട് തങ്ങളുടെ ആ റിക്വസ്റ്റൊക്കെ പറയുവാൻ ഈ ജെനുവിൻ ഫെയ്ത്ത് ഉള്ള ഒരാൾക്ക് അതിനുള്ള കറേജ് കിട്ടും. ജെനുവിൻ ഫെയ്ത്ത് provides courage and hope to go before God and to make requests. അങ്ങനെ ഒരു ധൈര്യവും അങ്ങനെ ഒരു പ്രത്യാശയും ഒരു ജെനുവിൻ ഫെയ്ത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഈ സ്ത്രീക്ക് അതുണ്ടായിരുന്നു. അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവൾ കേട്ടറിഞ്ഞ ആ യേശു എൻ്റെ മകളെ സൗഖ്യമാക്കും എന്നുള്ള ആ പ്രത്യാശ, ഹോപ്പ്. അതുകൊണ്ടാണ് അവൾ ധൈര്യം അവലംബിച്ച് യേശുവിൻ്റെ അടുത്ത് ചെന്നത്. ജെനുവിൻ ഫെയ്ത്ത് പ്രൊവൈഡ്സ് കറേജ് ആൻഡ് ഹോപ്പ് to go before God and make the request. Genuine faith brings a person to realize they are in desperate need of God's mercy. അവൾ ഒരുപാട് ഡെസ്പറേറ്റ് ആയിരുന്നു. എനിക്കിത് ഏറ്റവും അത്യാവശ്യമാണ്. ഈ രോഗസൗഖ്യം എൻ്റെ മകൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അധികം കഷ്ടത്തിലാകും. എൻ്റെ ആവശ്യം ഒത്തിരി കൂടുതലാണ്, എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അവളുടെ ജെനുവിൻ ഫെയ്ത്ത് ആണ് അവളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. പ്രിയ സഹോദരങ്ങളെ, നാം ഈ വചനം ഇപ്പോൾ പ്രഘോഷിക്കപ്പെടുന്നത് കേൾക്കുന്നുണ്ട് എങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആ ജെനുവിൻ ഫെയ്ത്ത് നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നാം ദൈവസന്നിധിയിൽ എല്ലാ മാനേഴ്സിനെയും മറികടന്നുകൊണ്ട് ഓടിച്ചെല്ലുവാൻ,
അവൻ്റെ പാദപീഠത്തിങ്കൽ വീഴുവാനുള്ള ആ കറേജ്, അവനോട് അവൻ ചോദിക്കുവാനുള്ള, അല്ലെങ്കിൽ അവൻ നമ്മോട് പറയുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ കർത്താവേ എനിക്കും ആവശ്യമുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ആ ഒഡാസിറ്റി നാം കാണിക്കണമെങ്കിൽ നമുക്ക് ജെനുവിൻ ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. നമ്മളുടെ ആവശ്യം നമ്മുടെ നിത്യജീവനാണ്. നിത്യജീവനാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ കർത്താവിനോടൊപ്പം നാം ആയിരിക്കണം. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കണം. പിശാച് നമ്മെ അടിമകളാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ നിത്യമരണത്തിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം. ആ ക്നാനേക്കാരി സ്ത്രീ എത്രമാത്രം ഡെസ്പറേറ്റ് ആയിരുന്നു, അതുപോലെ നാം ഈ അവസ്ഥയിൽ ഒത്തിരി ഡെസ്പറേറ്റ് ആകണം. ആ ഒരു ബോധം, ആവശ്യബോധം നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കൃപയ്ക്ക് യാചിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപ തേടി അവൻ്റെ മുമ്പിൽ വരുവാനും അവനിൽ നിന്നും സൗഖ്യം പ്രാപിക്കുവാനും സമാധാനം പ്രാപിക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. മനുഷ്യനെ തേടി ഇറങ്ങിച്ചെന്ന് അവനെ വിളിച്ച് വേർതിരിക്കുന്ന ദൈവസ്നേഹത്തെ പറ്റിയാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിനു മുമ്പ്, അതായത് BCE 20th സെഞ്ചുറിയിൽ കൽദേരുടെ നാടായ ഊരിൽ നിന്നും ദൈവം വിളിച്ച് വേർതിരിച്ച ഒരുവനായിരുന്നു അബ്രഹാം. ദൈവം വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അബ്രാം എന്ന് മാത്രമായിരുന്നു. പിന്നീട് ദൈവമാണ് ആ പേര് അബ്രഹാം എന്ന് മാറ്റിയിട്ടത്. അബ്രാമിനെ വിളിക്കുമ്പോൾ എന്ത് വാഗ്ദത്തമാണ് ദൈവം അദ്ദേഹത്തിന് കൊടുത്തത്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 12 verses 1 through 9. After the death of Abram's father, God told him, "Leave your own country behind you and your own people and go to the land I will guide you to. If you do, I will cause you to become the father of a great nation. I will bless you and make your name famous, and you will be a blessing to many others. I will bless those who bless you and curse those who curse you, and the entire world will be blessed because of you. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. Verse 4. So Abram departed as the Lord had instructed him, and Lot went too. Abram was 75 years old at that time. He took his wife Sarai, his nephew Lot, and all his wealth, the cattle and slaves he had gotten in Haran, and finally arrived in Canaan. Traveling through Canaan, they came to a place near Shechem and set up camp beside the oak at Moreh. This area was inhabited by Canaanites at that time. Then Jehovah appeared to Abram and said, I am going to give this land to your descendants. And Abram built an altar there to commemorate Jehovah's visit. Afterwards, Abram left that place and traveled southward to the hilly country between Bethel on the west and Ai on the east. There he made camp and made an altar to the Lord and prayed to him. Thus, he continued slowly southward to the Negev, pausing frequently. കൽദയരുടെ നാടായ ഊര് വിട്ട് അബ്രഹാം ഇറങ്ങുകയാണ്. Abram was told both to go from his old life and culture and go to a new land and a new future. പഴയ സ്ഥലവും പഴയ ജീവിത രീതിയും പഴയ സംസ്കാരവും ഒക്കെ ഉപേക്ഷിച്ച്
ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക്, പുതിയ ഒരു സംസ്കാരത്തിലേക്ക് ആണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. അവനൊരു നല്ല ഭാവിയുണ്ട്. കർത്താവ് ഒരുക്കുന്ന ഭാവി, കർത്താവ് ഒരുക്കുന്ന സ്ഥലം, കർത്താവ് ഒരുക്കുന്ന ആ സംസ്കൃതി. God invited Abram into a new relationship with his creator, into a whole new world view. അവൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. പുതിയ വേൾഡ് വ്യൂ ആണ് അബ്രഹാമിന് കൊടുക്കുന്നത്. തൻ്റെ സൃഷ്ടാവായ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലാണ് അബ്രഹാമിനെ ദൈവം കൂട്ടിച്ചേർക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ആദ്യത്തെ അറിയപ്പെട്ട സിവിലൈസേഷനാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. അബ്രഹാം പാർത്തിരുന്ന ആ ഊര് എന്ന സ്ഥലം ഈ മെസൊപ്പൊട്ടേമിയയിൽ, അതായത് പേർഷ്യൻ ഗൾഫിൻ്റെ ഒരു പോർട്ട് സിറ്റി ആയിരുന്നു. വിഗ്രഹാരാധികളായ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ട അബ്രാം താൻ ആരാധിച്ചിരുന്ന ദൈവങ്ങളെല്ലാം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ശരിക്കും മനസ്സിലാക്കിയിരുന്നു. അതായത് അദ്ദേഹം നല്ലൊരു ആരാധനക്കാരനായിരുന്നു. അദ്ദേഹം ആരാധിച്ചിരുന്ന ദൈവങ്ങൾ വളരെ അകലെ നിൽക്കുന്ന ഒരു രീതിയായിരുന്നു. മനുഷ്യനോട് സഹവസിക്കുകയോ മനുഷ്യനോട് സംസാരിക്കുകയോ മനുഷ്യനെ കാണുകയോ കേൾക്കുകയോ അവൻ്റെ ഹൃദയവിചാരങ്ങൾ അറിയുകയോ ഒന്നും ചെയ്യാത്ത, മനുഷ്യസ്പർശമില്ലാതെ അകലത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ദൈവത്തെ തിരക്കി ഇറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ആ ദൈവത്തെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഒത്തിരി പങ്കപ്പാട് കഴിക്കണം. അബ്രഹാം അത് ശരിക്കും അനുഭവിച്ചിരുന്നു. ഇപ്പോൾ അബ്രഹാം എൻകൗണ്ടർ ചെയ്യുകയാണ് സംസാരിക്കുന്ന ഒരു ദൈവത്തെ. തന്നോട് പറയുന്ന ഒരു ദൈവം, നീ പുറപ്പെടുക, നീ നിൻ്റെ പഴയ സംസ്കൃതിയെയും ചാർച്ചക്കാരെയും നിൻ്റെ ആ കൾച്ചറും എല്ലാം വിട്ട്, ആ നിൻ്റെ കാഴ്ചപ്പാടൊക്കെ വിട്ട് നീ ഇറങ്ങുക എന്ന് തന്നോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ അബ്രാം എൻകൗണ്ടർ ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട അബ്രാം ഈ ദൈവത്തെ ഫോളോ ചെയ്യുവാൻ തീരുമാനിക്കുകയാണ്. നമുക്കറിയാം, നോഹയുടെ 10ാമത്തെ ജനറേഷനിൽപ്പെട്ട ആളായിരുന്നു ഈ അബ്രഹാം. 10th ജനറേഷൻ ഡിസെൻഡൻ്റ് ആണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം പൂർണ്ണമായും അനുഭവിക്കുവാൻ ഈ അബ്രാമിന് കഴിഞ്ഞില്ല. തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരു നൊമാഡായി അല്ലെങ്കിൽ ഒരു ദേശാന്തരിയായി അലഞ്ഞു നടക്കുകയായിരുന്നു ഈ അബ്രഹാം. ദൈവം വാഗ്ദത്തം ചെയ്ത ഈ ദേശം, ഈ കനാൻ നാട്, അതായത് കാനനൈറ്റ്സ് അധിവസിച്ചിരുന്ന ഈ സ്ഥലം, ദൈവം അബ്രഹാമിനും അവൻ്റെ സന്തതികൾക്കും എന്നേക്കുമായി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്തായിരുന്നു, ഏത് രാഷ്ട്രമാണ് അവിടെ രൂപം കൊള്ളുവാൻ പോകുന്നത് എന്ന് ദൈവത്തിന് ശരിക്കും അറിയാമായിരുന്നു. കാരണം ദൈവത്തിൽ നിന്നും അകന്നു പോയവനാണ് കനാൻ. കനാൻ ആരായിരുന്നു? നോഹയുടെ മകനായ ഹാമിൻ്റെ മകൻ. ദൈവത്തിൽ നിന്നും അകന്നുപോയി. ദൈവത്തോടടുക്കുവാൻ ഹാമിനോ അല്ലെങ്കിൽ അവൻ്റെ പുത്രനായ കനാനോ അവൻ്റെ പിന്നീട് വന്ന സന്തതി പരമ്പരകൾക്കോ ഇഷ്ടമായിരുന്നില്ല. പിശാച് അവരെ വശീകരിച്ചുകൊണ്ട് പാപത്തിൽ ആഴ്ത്തിക്കളഞ്ഞു. അവർക്ക് മനം തിരിയുവാൻ ഇഷ്ടമില്ലായിരുന്നു, അല്ലെങ്കിൽ അവർ മനം തിരിഞ്ഞില്ല. അങ്ങനെ ആ കനാനൈറ്റ്സ് താമസിച്ചിരുന്ന സ്ഥലമാണ് ദൈവം തൻ്റെ ശബ്ദം കേട്ട് തന്നെ ഫോളോ ചെയ്യുവാൻ മനസ്സ് വെച്ച അബ്രഹാമിനും സന്തതി പരമ്പരകൾക്കുമായി കൊടുത്തത്. ക്രിസ്തുവിനും മുമ്പ് 20ാം നൂറ്റാണ്ടിൽ. പ്രിയ സഹോദരങ്ങളെ, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവം
ഈ അബ്രഹാമിന് കൊടുത്തത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നീ ബഹുജാതികളുടെ പിതാവായി മാറും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നോട് ദോഷത്തിന് വരുന്നവർക്ക് ഞാൻ ദോഷം വരുത്തും. കാരണം ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നീ എൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചവനാണ്, നീ എന്നെ പിൻപറ്റിയവനാണ്. വിശ്വാസികളുടെ പിതാവ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുവാൻ തക്കവണ്ണം ഈ അബ്രഹാമിനിടയായി തീർന്നു. വിശുദ്ധ ബൈബിൾ അതാണ് പറയുന്നത്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. അത്രമാത്രം വിശ്വാസമായിരുന്നു താൻ എൻകൗണ്ടർ ചെയ്ത ആ ജീവനുള്ള ദൈവത്തിൽ അബ്രഹാമിന്. പ്രിയ സഹോദരങ്ങളെ, നാം ഓരോ നിമിഷവും ദൈവവിളി കേൾക്കുന്നവരാണ്. നമ്മുടെ കയ്യിൽ ദൈവവചനമുണ്ട്. നാം ആ വചനം വായിക്കുമ്പോൾ ആ ദൈവമാണ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മോട് വചനത്തിൽ കൂടെ സംസാരിക്കുമ്പോൾ ദൈവം തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി ആ ദൈവത്തിൽ നാം ആശ്രയം വയ്ക്കുകയാണെങ്കിൽ, അവനിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം നമുക്ക് ലഭിക്കും. അത് കർത്താവ് ദൈവം സാധ്യമാക്കിയത് തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. നാം അത് മനസ്സിലാക്കുമോ? ദൈവം എല്ലാവരെയും വിളിക്കുന്നു. അവർ ഏത് രാജ്യക്കാരെന്നോ, ഏത് മതക്കാരെന്നോ, ഏത് ഭാഷ സംസാരിക്കുന്നവരെന്നോ, ഏത് സംസ്കാരത്തിൽ ജീവിക്കുന്നവരെന്നോ, ഏത് ജാതിയിലോ വംശത്തിലോ പെട്ടവരെന്നോ, ഇതൊന്നും നമ്മുടെ ദൈവത്തിന് പ്രശ്നമല്ല. ധനവാനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ദൈവം എല്ലാവരെയും വിളിക്കുന്നു. God draws all kinds of people to himself. ഒരേ ഒരു ക്രൈറ്റീരിയൻ മാത്രം, അവർ ദൈവത്തിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കണം. വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു, ദൈവത്തിൻ്റെ കണ്ണുകൾ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഒരുവൻ ദൈവത്തിൽ ഏകാഗ്രചിത്തനായിരിക്കുമ്പോൾ ദൈവം അവനെ കാണുന്നു, അവനോട് ഇടപെടുന്നു, അവനോട് സംസാരിക്കുന്നു. അപ്പോൾ ആ വ്യക്തി ദൈവം എത്രമാത്രം ബലവാനാണ്, സർവശക്തനാണ്, മഹത്വപൂർണനാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്രകാരം ദൈവം വിളിച്ച ഒരു ഷണ്ണനാണ് എത്യോപ്യൻ രാജ്ഞിയുടെ രാജധാനിയിൽ ജോലി ചെയ്യുന്ന ഷണ്ണൻ. ഈ സംഭവം നാം വായിക്കുന്നത് ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് ചാപ്റ്റർ 8 വേഴ്സസ് 26-40 ഷണ്ണൻ എന്നാൽ സ്ത്രീകളുടെ അന്തഃപുരത്തിൽ ജോലി ചെയ്യുവാൻ, കാവൽ ചെയ്യുവാൻ നിയോഗിക്കപ്പെടുന്ന ഷണ്ണന്മാരാക്കപ്പെട്ടവരാണ്. അതായത് യൂനിക്സ് വെയർ മെൻ ഹു വെയർ കാസ്ട്രേറ്റഡ് in order to be trusted in overseeing king's domestic affairs, especially in protecting king's harems. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ ആയിരുന്ന ഫിലിപ്പോസിൽ കൂടെയാണ് ദൈവം ഈ ഷണ്ണനെ വിളിക്കുന്നത്. അതായത് ദൈവം ഫിലിപ്പോസിനെയാണ് ഈ ഷണ്ണനെ വിളിക്കുവാൻ നിയോഗിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഗാസയിൽ. ഗാസയിലാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്ക് വായിക്കാം വേഴ്സ് 26 onwards. But as for Philip, an angel of the Lord said to him, Go over to the road that runs from Jerusalem through the Gaza desert, arriving around noon. So he did. And who should be coming down the road but the treasurer of Ethiopia, a eunuch of great authority under Candace the queen. He had gone to Jerusalem to worship at the temple and was now returning in his chariot, reading aloud from the book of the prophet Isaiah.
എത്യോപ്യൻ രാജ്ഞിയുടെ ഈ ഷണ്ണൻ എന്തിനാണ് ജെറുസലേമിൽ പോയത്? അവൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവാലയം നിൽക്കുന്ന സ്ഥലമായി ജെറുസലേമിൽ പോവുകയായിരുന്നു. ജെറുസലേമിലെ ആരാധന കഴിഞ്ഞ് തൻ്റെ രഥത്തിൽ അവൻ മടങ്ങി വരികയാണ്. രഥത്തിലിരുന്ന് പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് വരികയായിരുന്നില്ല ആ ഷണ്ണൻ ചെയ്തത്. എന്തായിരുന്നു അവൻ ചെയ്തത്? ഹി വാസ് റീഡിങ് അലൗഡ് ഫ്രം ദ ബുക്ക് ഓഫ് പ്രോഫറ്റ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഉറക്കെ വായിക്കുകയായിരുന്നു. Verse 29. The Holy Spirit said to Philip, "Go over and walk along beside the chariot." നീ പോയി ആ രഥത്തോട് ചേർന്ന് നടക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഫിലിപ്പോസിനോട് പറയുകയാണ്. ഫിലിപ്പ് ran over and heard what he was reading and asked, "Do you understand it?" നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഫിലിപ്പോസ്. "Of course not," the man replied. "How can I when there is no one to instruct me?" ആരും എനിക്ക് പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ മനസ്സിലാക്കും എന്നാണ് ആ ഷണ്ണൻ ചോദിക്കുന്നത്. And he begged Philip to come up into the chariot and sit with him. ഫിലിപ്പോസിനെ ഷണ്ണൻ തേരിൽ തന്നോടൊപ്പം കയറിയിരിക്കുവാൻ ക്ഷണിക്കുന്നു. The passage of scripture he had been reading from was this: "He was led as a sheep to the slaughter, and as a lamb is silent before the shearers, so he opened not his mouth. In his humiliation, justice was denied him. And who can express the wickedness of the people of his generation? For his life is taken from the earth." യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഈ ഷണ്ണൻ വായിച്ചുകൊണ്ടിരുന്നത്. അതായത്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്രിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഈ ഭാഗമാണ് ആ ഷണ്ണൻ ഉറക്കെ വായിച്ചുകൊണ്ടിരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഷണ്ണൻ എന്തിനാണ് ഈ തിരുവെഴുത്ത് വായിച്ചത്? തൻ്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമായിരുന്നു. ദൈവത്തിൻ്റെ വചനം ആ പ്രവാചക പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്. കാരണം ദൈവത്തെപ്പറ്റി അറിയുവാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുവാനും തക്കവണ്ണം അത്യധികമായി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഷണ്ണൻ. അവൻ പുറജാതിയാണ്, എത്യോപ്യക്കാരനാണ്, യഹൂദനല്ല. അവൻ ദൈവത്തെ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ഈ വായിച്ച ഭാഗം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി ഉള്ളതായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെപ്പറ്റി ഉള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരുന്നത്. അപ്പോൾ ഈ ഫിലിപ്പോസ് എന്താണ് ചെയ്തത്? The eunuch asked Philip, "Was Isaiah talking about himself or someone else?" ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, യെശയ്യാ പ്രവാചകൻ ഇത് തന്നെക്കുറിച്ചാണോ പറയുന്നത്, അതോ വേറെ വല്ലവരെയും പറ്റിയാണോ എന്ന്. So Philip began with this same scripture and then used many others to tell him about Jesus. അപ്പോൾ ഷണ്ണൻ ഈ പ്രവചന ഭാഗവും അതുപോലെ മറ്റു പല ഭാഗങ്ങളും യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഭാഗങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഈ ഷണ്ണനോട് സംസാരിച്ചു. ഷണ്ണൻ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കി കൊടുത്തു. ഫിലിപ്പോസ് അതാണ് ചെയ്തത്. യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുകയാണ്. ആ പ്രവചനമാണ് നീ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ വഴിയെ നീ യാത്ര ചെയ്യുക. അവൻ ക്രൂശിൽ അനുഷ്ഠിച്ച ആ രക്ഷണ്യ പ്രവൃത്തി
നീ വിശ്വസിച്ച് ഏറ്റുപറയുക. അപ്പോഴാണ് നിനക്ക് രക്ഷയുണ്ടാകുന്നത്. മാനവരാശിക്ക് വേണ്ടി രക്ഷാദായകനായി ദൈവം ഭൂമിയിൽ മനുഷ്യനായി വന്നിരിക്കുകയാണ്. അവനാണ് യേശുക്രിസ്തു. ഈ കാര്യങ്ങളെല്ലാം ഈ ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞു കൊടുത്തു. As they rode along, they came to a small body of water, and the eunuch said, "Look, water, why can't I be baptized?" "You can," Philip answered, "if you believe with all your heart." അപ്പോൾ ഫിലിപ്പോസ് അവനോട് പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ ജലത്തിൽ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന അല്ലെങ്കിൽ വിറ്റ്നസ് ചെയ്യുന്ന ആ കാര്യവും പറഞ്ഞിരുന്നു. നാം കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും, അതായത് നാം ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ യേശുക്രിസ്തുവിലുള്ള ആ വിശ്വാസം ജലത്തിൽ സാക്ഷിക്കണം, അതായത് ബാപ്റ്റൈസ് ചെയ്യണം. ആ കാര്യമെല്ലാം ഫിലിപ്പോസ് പറഞ്ഞു കാണണം. അതുകൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുകയിൽ വെള്ളം കണ്ടപ്പോൾ, ഇതാ വെള്ളം, സ്നാനപ്പെടുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ്. "Why can't I be baptized?" അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, നിനക്ക് സ്നാനപ്പെടുവാൻ കഴിയും. "If you believe with all your heart," നീ ഹൃദയപൂർവ്വം ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് സ്നാനപ്പെടാം. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് സ്നാനപ്പെടേണ്ടത്. ആ ഒരു സത്യമാണ് ഫിലിപ്പോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഷണ്ണൻ മറുപടി പറഞ്ഞു, "I believe that Jesus Christ is the Son of God." യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. He stopped the chariot and they went down into the water, and Philip baptized him. And when they came up out of the water, the Spirit of the Lord caught away Philip, and the eunuch never saw him again, but went on his way rejoicing. ഇവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ, അതായത് ഈ ഷണ്ണന് സ്നാനം കൊടുത്തു കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഫിലിപ്പോസിനെ കണ്ടില്ല. ഫിലിപ്പോസിനെ ദൈവാത്മാവ് അവിടുന്ന് എടുത്തുകൊണ്ടുപോയി. Meanwhile, Philip found himself at Ashdod. ഗസയിൽ തന്നെയുള്ള ഒരു പ്രദേശമാണ് അസ്തോദ്. അസ്തോദിൽ അവനെ പിന്നെ കണ്ടു എന്നാണ് തിരുവചനം പറയുന്നത്. He preached the good news there and in every city along the way as he traveled to Caesarea. ഈ ഫിലിപ്പോസ് എന്ന യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ്റെ നിയോഗം എന്തായിരുന്നു സഹോദരങ്ങളെ? ദൈവത്തിൽ ഏകാഗ്രചിത്തനായിരുന്ന അല്ലെങ്കിൽ ദൈവത്തെ വാഞ്ചിച്ച ഈ ഷണ്ണനെ ദൈവത്തിങ്കിലേക്ക് ആനയിക്കുവാൻ ഈ ഫിലിപ്പോസിനെ ദൈവം ഈ ഷണ്ണൻ യാത്ര ചെയ്യുന്ന സ്ഥലത്തേക്ക് ആത്മാവിൽ കൊണ്ടുപോയി. തൻ്റെ തേരോട് ചേർന്ന് നടക്കുവാൻ ദൈവം പറഞ്ഞു. അതായത് രഥത്തിൽ പോകുന്ന ഒരു മനുഷ്യൻ്റെ രഥത്തിൻ്റെ സ്പീഡിനനുസരിച്ച്, ഏതായാലും രഥത്തിൻ്റെ സമീപത്തുകൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് സ്പീഡുണ്ടാകുമോ? പക്ഷേ ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവനായതുകൊണ്ട് ഫിലിപ്പോസിൻ്റെ കാലുകൾക്ക് രഥത്തിൻ്റെ വേഗത ദൈവം കൊടുത്തു. ഒടുവിൽ നീ വായിക്കുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചപ്പോൾ, എനിക്ക് ആരെങ്കിലും ഇത് മനസ്സിലാക്കി തരാതെ എങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനെ രഥത്തിൽ കയറ്റിയിരുത്തി. യേശുക്രിസ്തുവിനെ പറ്റി ഷണ്ണനോട് പറഞ്ഞു കൊടുത്തു. യേശുക്രിസ്തുവാണ് ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കിയ ഷണ്ണൻ സ്നാനപ്പെടണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ആ ഉദ്ദേശം അല്ലെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റി കൊടുത്തിട്ട് ഫിലിപ്പോസിനെ ദൈവം
മറ്റ് ദൗത്യങ്ങൾക്കായി അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. അതായത് ആത്മാവിൽ അവൻ മറ്റൊരു ദേശത്തേക്ക് പോയി. ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രമാണ് സഹോദരങ്ങളെ! തന്നെത്താൻ ബലവാനെന്ന് ദൈവം കാണിക്കുകയാണ് ഈ ഓരോ പ്രവർത്തനങ്ങളിൽ കൂടെ. Like Philip, God uses his special people in his work to help those people he is already reaching out to. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 15-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ നാം എങ്ങനെ പങ്കാളികളാകണം, അല്ലെങ്കിൽ അങ്ങനെ പങ്കാളികളാകുവാനുള്ള ഒരു ആഹ്വാനമാണ് സഭയോട് അദ്ദേഹം നൽകുന്നത്. വേഴ്സ് 14 onwards, സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുവേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്നെപ്പറ്റി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം ജാതികളുടെ ഇടയിൽ വഹിച്ചിരിക്കുകയാണ്. ഞാനൊരു പുരോഹിതനായിട്ടാണ് ആ വേല ചെയ്യുന്നത്. അതുകൊണ്ട് ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? എനിക്ക് ക്രിസ്തുവേശുവിൽ ഉള്ള ആ പ്രശംസ നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. വേഴ്സ് 18, ക്രിസ്തുവേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട്. ക്രിസ്തു ഞാൻ മുഖാന്തിരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രശംസ അതാണ്. പൗലോസ് അപ്പോസ്തലനിൽ കൂടെ കർത്താവ് എന്താണ് ചെയ്തത്? അവൻ അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ വചനം പ്രഘോഷിച്ചു. അതായത് വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടത് അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും കൂടെയായിരുന്നു. വചനത്തെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്ഥിരപ്പെടുത്തി. പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ, ഈ നിത്യസുവിശേഷം പ്രസംഗിച്ചപ്പോൾ, അത് ജനങ്ങളുടെ ഹൃദയത്തിൽ രൂഢമൂലമായത് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ആയിരുന്നു. അതിലാണ് പൗലോസ് അപ്പോസ്തലൻ പ്രശംസിക്കുന്നത്. ക്രിസ്തു യേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി ഇതിലാണ് പ്രശംസയുള്ളത്. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഞാൻ മറ്റൊരുത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ എത്രേ സുവിശേഷം അറിയിപ്പാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷം ഒരിക്കലും എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിലായിരുന്നു. നാമും അതുപോലെ ആയിരിക്കണം എന്നാണ് വിശുദ്ധനായ പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. എന്ത് നമ്മിൽ കൂടെ കർത്താവ് ചെയ്താലും, whatever good we do, it is Christ and the Holy Spirit who does it by us. നാം തന്നെയല്ല അത് ചെയ്യുന്നത്, നമുക്ക് തുണ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. I know that you are wise and good, my brothers, and that you know these things so well that you are able to teach others all about them. നിങ്ങളെപ്പറ്റി ക്രിസ്തുവിൽ എനിക്ക് ഉറപ്പുണ്ട്. You are wise and good.
and that you know these things so well that you are able to teach others all about them. But even so, I have been bold enough to emphasize some of these points, knowing that all you need is this reminder from me, for I am by God's grace a special messenger from Jesus Christ to you Gentiles, bringing you the gospel and offering you up as a fragrant sacrifice to God. ഒരു സൗരഭ്യവാസനയായി ഈ സുവിശേഷം നിങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. Bringing you the gospel and offering you up as a fragrant sacrifice to God. നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ സൗരഭ്യവാസനയായി തീരണം. സുവിശേഷ ഘോഷണത്തിലൂടെയാണ് അത് നമുക്ക് സാധിച്ചെടുക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ എത്ര ഹൃദയപൂർവമായിട്ടാണ് ഇത് സംസാരിക്കുന്നത്. From his whole heart he is talking to us. So it is right for me to be a little proud of all Christ Jesus has done through me. I dare not judge how effectively he has used others, but I know this: he has used me to win the Gentiles to God. ഒരിക്കലും യേശുക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു എന്നാണ് മിസ്തനായ പൗലോസ് പറയുന്നത്. I have won them by my message and by the good way I have lived before them and by the miracles done through me as signs from God, all by the Holy Spirit's power. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിന്നു. അതുകൊണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിൻ്റെ വചനം അവരിൽ സ്ഥിരപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചു. In this way, I have preached the full gospel of Christ all the way from Jerusalem clear over into Illyricum. But all the while, my ambition has been to go still farther, preaching where the name of Christ has never been yet heard. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിൽ ദൈവത്തെപ്പറ്റി പറയുവാൻ നമുക്ക് ഇടയാകണം. ദൈവമായ കർത്താവ് അതിനാണ് പ്രിയ സഹോദരങ്ങളെ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അതിനാലാണ് നമ്മെ ദൈവം മുന്നമേ തിരഞ്ഞെടുത്തത്. അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ നേരത്തെ വിളിച്ചത് അതിനാണ്. എന്തിന്? നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിക്കുവാൻ. പ്രിയ സഹോദരങ്ങളെ, കിൻഡർഗാർട്ടൻ ആൻഡ് ബെഥെസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും. Till then, may the grace of our Lord Jesus Christ be with you. I bless you in Jesus' name.